ഒരിക്കൽ ഒരു സൈനിക പര്യവേഷണം കഴിഞ്ഞ് ഇൻഡോറിലേക്ക് മടങ്ങുന്ന വഴിക്ക് മൽഹാറാവ് ഹോൾക്കർ ചൗണ്ടി ഗ്രാമത്തിലെത്തി. സമയം സായം സന്ധ്യ. ഗ്രാമത്തിന്റെ ശിവക്ഷേത്രത്തിൽ മധുരവാണിയിൽ ആരതി ആലാപനം. സാന്ദ്രമായി ആ മധുരസ്വരത്തിൽ ലയിച്ചിരുന്നു പോയ മൽഹാറാവ് നോക്കുമ്പോൾ അതാ അവിടെ ഒരു 7-8 വയസ്സുകാരി, എന്തെന്നില്ലാത്ത തേജസ്സുള്ള ഒരു മുഖം. ആരാണ് ഈ പെൺകുട്ടി? അങ്ങ് ഈ ഗ്രാമത്തിലേതല്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അറിയാതൊരു വഴിയുമില്ല. നമ്മുടെ ഗ്രാമമുഖ്യൻ മാങ്കോജി റാവു ഷിൻഡെയുടെ പ്രിയ പുത്രി, ഞങ്ങളുടെ അഹല്യാബായി. അങ്ങയുടെ പേര് ആർക്കാണ് അറിയാത്തത്? നമ്മുടെ ഗ്രാമം അങ്ങ് സന്ദർശിച്ചത് ഈ പ്രദേശവാസികളുടെ ഭാഗ്യമാണ്. ഇന്ന് രാത്രി നമ്മുടെ ക്ഷണം അങ്ങ് സ്വീകരിച്ച് ഇവിടെ നമ്മുടെ അതിഥിയായി താമസിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും. ചെറുപ്രായത്തിൽ തന്നെയുള്ള വിവേകവും നന്മയും കണ്ട് സ്വന്തം മകൻ ഖണ്ഡേറാവുവിന്റെ പുത്രവധുവായി അഹല്യയെ നൽകാൻ മാങ്കോജിറാവ് ഷിൻഡെയോട് ചോദിച്ചു. ഹോൾക്കാർ രാജ്യത്തിന്റെ പ്രശാസനത്തിനും അഹല്യാബായിയുടെ സാന്നിധ്യം ഒരു മുതൽക്കൂട്ടാവുമെന്ന ദീർഘദൃഷ്ടിയുണ്ടായി മൽഹാറാവുവിന്. അവിടെ ആരംഭിച്ചു ഗ്രാമത്തിലെ ആ അഹല്യയിൽ നിന്ന് മഹാറാണി പുണ്യശ്ലോക് മാ സാഹേബ് അഹല്യാബായ് ഹോൾക്കറാകുന്ന ആ പ്രയാണം.
വിവാഹം കഴിഞ്ഞിട്ടും അഹല്യാബായിക്ക് വിദ്യാഭ്യാസവും രാജ്യഭരണത്തെക്കുറിച്ചുള്ള പാഠങ്ങളും തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്നു. ഈ വേളയിൽ അവർക്ക് മാലേറാവു എന്ന പുത്രനും മുക്താബായി എന്ന പുത്രിയും ഉണ്ടായി. രാജ്യകാര്യങ്ങളിൽ പൊതുവെ തൽപരനല്ലാത്ത ഖണ്ഡേറാവുവിൽ പോലും അഹല്യാബായിയുടെ സംസർഗം കാരണം മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പക്ഷേ വ്യക്തിപരമായ ഒരുപാട് വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു ജീവിതമാണ് ഈ രാജ്ഞിയുടേത്. 1754 കുംഭേർ യുദ്ധത്തിൽ ഖണ്ഡേറാവുവിന് ജീവൻ നഷ്ടപ്പെട്ടു. കേവലം 29 വയസ്സിൽ അഹല്യാബായി വിധവയായി.